ഹായ് ഫ്രണ്ട്സ്, ജെന്നീസ് പ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളാണ്. ചോളം വെച്ചാണ് തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാനൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് ചോളപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ലൂസായിട്ടുള്ള ചോളപ്പൊടിയാണ്. അതിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ വറുത്തെടുക്കുമ്പം ഇതിൽ നിന്നൊരു സ്മെല്ലും പൊടിയൊക്കെ ഒന്ന് പറക്കാൻ തുടങ്ങുന്ന ആ പരുവം വരെ നമുക്ക് വറുത്തെടുക്കണം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. ഇത് നമ്മൾ സാധാരണ പോലെ പുട്ട് തയ്യാറാക്കുമ്പോഴും ഇതേപോലെ ചോളപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ ഈ ചോളപ്പൊടി നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. കാരണം ഈ പാത്രത്തിലെ ചൂട് കാരണം പൊടി കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് തണുത്തൊക്കെ കിട്ടും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇതേ പാൻ തന്നെ ഞാനൊന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇതിലേക്ക് ഇനി ചെറുതായിട്ടരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം. ഒരു വലിപ്പമുള്ള 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തില്ല, കാരണം കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ എടുക്കുന്നതായതുകൊണ്ട് അതിൻ്റെ വെളുത്തുള്ളിയുടെ ഒന്നും ഫ്ലേവർ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ സവാള, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം, അതുവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക, ഈ വെജിറ്റബിളിന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നതും തേങ്ങ ഇട്ട് കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഉപ്പും ചേർക്കണം. അതോടൊപ്പം വെജിറ്റബിൾ വാടി കഴിയുമ്പോൾ തേങ്ങയോട് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന ചോളപ്പൊടിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, വെജിറ്റബിളിന് മാത്രമാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ചോളപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിളും തേങ്ങ എല്ലാം കൂട്ടുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. വഴറ്റിയെടുത്ത വെജിറ്റബിൾസും പൊടിയും നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പം അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കണം. കാരണം പൊടി നല്ല തിന്നായിട്ടുള്ള പൊടി ആയതുകൊണ്ട് പിന്നെ വെജിറ്റബിൾ കൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് നമുക്ക് നനച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മളിതൊന്ന് ഉരുട്ടിയെടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉരുണ്ട് വരികയും ചെയ്യും. പൊടിച്ചിട്ടാലെ കൊണ്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു രീതിയിലാണിത് നമ്മൾ പുട്ടിന് വേണ്ടി ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം അത് അനുസരിച്ച് ഇത് നനച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് ഇത് നനച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് പുട്ടുകുറ്റിയിലേക്ക് വാരി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ അടിയിൽ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒക്കെ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനിയും ബാക്കി നമുക്ക് 2 കഷ്ണമായിട്ട് കിട്ടണമെങ്കിൽ നടുക്കൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒറ്റയായിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പൊടികൾ നമുക്ക് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ പുട്ടുകുറ്റിയിലേക്ക് മൊത്തം പൊടികളും നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ പോലെ പുട്ട് വേവിക്കാൻ വേണ്ടി നമുക്ക് കുടത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതുണ്ട്. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല പുട്ട് റെഡിയായി കിട്ടും.
നല്ല ടേസ്റ്റാണ് ചോളം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്